സ്റ്റുഡൻസ് ഇന്ന് NIOSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NIOS ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സോഷ്യോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. 32 മുതലുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാരാദ്യം നോക്കി മനസ്സിലാക്കുക, പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് 3 മാർക്ക് വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ്. 32 ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി. ഗ്രൂപ്പ് സൊസൈറ്റിയും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. അതിനിവിടെ എഴുതിയിട്ടുണ്ട്, 2 കോളമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇൻ എ ഗ്രൂപ്പ് ദർ ഇസ് എ കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരുടെ ഒരു കൂട്ടാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ സൊസൈറ്റി മീൻസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹ്യ ബന്ധങ്ങളാണ് സൊസൈറ്റിയിൽ വരുന്നത്. ഇനി ഗ്രൂപ്പ് ഈസ് ടെമ്പററിയാണ്, താൽക്കാലിക. ബട്ട് സൊസൈറ്റി ഈസ് പെർമനൻറ്റ്. സൊസൈറ്റി എന്ന് പറയുന്നത് പുതിയ അംഗങ്ങൾ വരും, പഴയ അംഗങ്ങൾ മരിച്ചു പോകും, എന്നാലും സൊസൈറ്റി എപ്പോഴും നിലനിൽക്കും, പെർമനൻ്റ്, സ്ഥിരം ഉള്ളതായിട്ടുള്ള. ഇനി ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ബി ഫീലിംഗ് ഉണ്ട്, ഞങ്ങളെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്താ സമയം സൊസൈറ്റിയിലുള്ളവർക്ക് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഇത് നമ്മുടേതെന്നുള്ളൊരു തോന്നലാണ് സൊസൈറ്റിയിലുള്ളത്. ഇനി ഗ്രൂപ്പ് അടിസ്ഥാനം ഉറച്ചതാണ്, കോൺക്രീറ്റ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റാണ്, കേവലമാണ് സൊസൈറ്റി. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റിയാണ് ഇപ്പോൾ എടുത്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33 വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ഹാസ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. മുഖാമുഖ ബന്ധമുള്ള ആളുകളുടെ കൂട്ടമാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. 1 സ്മോൾ ഇൻ സൈസ്, വലിപ്പം കുറവാണ്. ദെൻ ഫേസ് ടു ഫേസ് റിലേഷനാണ്, ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഉണ്ട്. ദെൻ ഫിസിക്കൽ ക്ലോസ്നെസ്, ആളുകൾക്ക് അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ടുള്ള അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വി ഫീലിംഗ് ഉണ്ട്, ഞങ്ങളുടെ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. ദെൻ ഇൻഫോർമൽ റിലേഷൻ, ആളുകൾ തമ്മിൽ ഫോർമൽ റിലേഷൻ അല്ല, ഔദ്യോഗികമായിട്ടുള്ള ബന്ധമല്ല, അനൗദ്യോഗികമായിട്ടുള്ള ബന്ധമാണ്. കുടുംബമാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ. ഈ പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ഫാമിലി നമുക്കിതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇനി അടുത്തത് വാട്ട് ആർ ദ 4 പ്രോപ്പർ ഫോംസ് ഓഫ് ട്രഡീഷണൽ ഹിന്ദു മാരേജ്. 4 ട്രഡീഷണൽ ഹിന്ദു മാരേജ് ഏതാണെന്ന് ചോദ്യം. 1 ബ്രഹ്മ മാരേജ്. ഫസ്റ്റ് വൺ ബ്രഹ്മ മാരേജ്. ഇൻ ബ്രഹ്മ മാരേജ് ഫാദർ ഗിഫ്റ്റ് ഹിസ് ഡോട്ടർ ടു എ ലേൺഡ് മാൻ. ഒരു പണ്ഡിതന് മകളെ ദാനമായി അല്ലെങ്കിൽ സമ്മാനമായി ഫാദർ നൽകുന്നതാണ് ബ്രഹ്മ മാരേജ്. ദൈവ മാരേജ് മീൻസ് ഫാദർ ഗിഫ്റ്റ് ഹിസ് ഡോട്ടർ ടു എ ബ്രാഹ്മിൺ പ്രീസ്റ്റ്. ഒരു ബ്രാഹ്മണ പുരോഹിതന് മകളെ സമ്മാനമായി അച്ഛൻ നൽകുന്നതാണ് ദൈവ മാരേജ്. ആർഷ മാരേജ് ദ ഗ്രൂം എന്ന് പറഞ്ഞാൽ വരൻ. ഗ്രൂം പ്രസൻസ് സം ഗിഫ്റ്റ് ടു ദി ഫാദർ ഓഫ് ദി ബ്രൈഡ്. പെൺകുട്ടിയുടെ അച്ഛന് പെൺകുട്ടിക്ക് പകരം സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പെൺകുട്ടിയെ വധുവായി സ്വീകരിക്കുന്ന ആർഷ മാരേജ്. അസുര മാരേജ് മീൻസ് ബ്രൈഡ് പ്രൈസ് ഇസ് ഗിവൺ ബൈ ഗ്രൂം. പെൺകുട്ടിയുടെ പിതാവിന് സ്ത്രീധനം കൊടുത്ത് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന രീതിയാണ് അസുര മാരേജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബൈ കാൾ മാർക്സ് ആൻഡ് മാക്സ് വെബർ. കാൾ മാർക്സിൻ്റെയും മാക്സ് വെബറുടെയും അഭിപ്രായത്തിൽ സാമൂഹ്യ ശ്രേണീകരണം എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. അക്കോർഡിംഗ് ടു കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ ഡിവൈഡ്സ് ദ സൊസൈറ്റി ഇൻറ്റു 2. സൊസൈറ്റി 2ആയിട്ട് തിരിക്കുന്നു. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനെന്നും ഇല്ലാത്തവനും സൊസൈറ്റി 2ആയി തിരിക്കുകയാണ് കാറൽ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മാർക്സ് യൂസ്ഡ് ദ വേർഡ് ക്ലാസ് ടു ഡിനോട്ട് ദ 2 ഗ്രൂപ്പ്. ക്ലാസ് എന്നുള്ള വാക്ക് അതൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചത്. വർഗം, ഉള്ളവൻ്റെ വർഗം, ഇല്ലാത്തവൻ്റെ വർഗം, അല്ലെങ്കിൽ മുതലാളി വർഗം, തൊഴിലാളി വർഗം. ഇതാണ് കാറൽ മാർക്സിൻ്റെ അഭിപ്രായം. ഇനി മാക്സ് വെബർ, ഇദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റാണ്. മാക്സ് വെബർ ബിലീവ് ദാറ്റ് ബിസൈഡ്സ് ക്ലാസ്, ഈ വർഗം എന്നതിലുപരി ദർ ആർ 2 other ഫോംസ്, നെയിംലി സ്റ്റാറ്റസ് ആൻഡ് പവർ. ഒരു സമൂഹത്തിൽ ആളുകളുടെ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തുന്നത് സ്റ്റാറ്റസിൻ്റെയും പവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പദവി, പവർ എന്ന് പറഞ്ഞാൽ അധികാരം. അപ്പോൾ അധികാരത്തിൻ്റെയും പദവിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തിൽ
രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. ആ രണ്ട് ഗ്രൂപ്പുകളെ ിലൂടെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നതെന്നാണ് മാക്സ് വെബർ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സോഷ്യലൈസേഷൻ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ സോഷ്യലൈസേഷൻ്റെ പങ്ക് എന്താണെന്ന് നോക്കാം. റോൾ ഈസ് എ സെറ്റ് ഓഫ് സോഷ്യലി എക്സ്പെക്റ്റഡ് ബിഹേവിയർ. റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ പൊതുവായ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റോളിൽ ഫോർ എവറി റോൾ ദെയർ ഈസ് എ കറസ്പോണ്ടിങ് സ്റ്റാറ്റസ്. ഓരോ റോളിന് സ്റ്റാറ്റസും ഉണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് സോഷ്യലൈസേഷൻ വളരെയേറെ പ്രാധാന്യം ഉണ്ട്. അപ്പം ഈ ഓരോ റോളിലും എന്താണ് ഒരു വ്യക്തിക്ക് ഒരു റൈറ്റും ഡ്യൂട്ടീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റും ഡ്യൂട്ടിയും പെർഫോം ചെയ്യാൻ പഠിക്കുന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സോഷ്യലൈസേഷനോട് ഓരോ വ്യക്തി എന്ത് ചെയ്യുന്നു, സമൂഹത്തിലുള്ള അയാളുടെ റോള് മനസ്സിലാക്കി ആ റോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. റോൾ ഇസ് എ യൂണിറ്റ് ഓഫ് കൾച്ചർ. അങ്ങനെ റോള് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. ഇത് സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് നൽകുന്ന സ്ഥാനവും പദവിയുമാണ്. ഇനി അടുത്ത, വാട്ട് ആർ ദ കൾച്ചറൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിന് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൾച്ചറൽ ഫാക്ടേഴ്സിനുള്ളിൽ ഐഡിയ ഉൾപ്പെടുന്നുണ്ട്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് ഐഡിയ, നോളജ്, വാല്യൂസ്, ബിലീഫ്, എക്സ്ചേഞ്ച് ആൻഡ് ഇൻവെൻഷൻ. കണ്ടുപിടുത്തങ്ങളെല്ലാം കൾച്ചറൽ ചേഞ്ചാണ്. കൾച്ചർ പ്രൊവൈഡ് എ ബേസ് ഫോർ ഇൻവെൻഷൻ. നമ്മുടെ സമൂഹത്തിൽ പുതുമകൾ കണ്ടെത്താൻ സംസ്കാരമാണ് സഹായിക്കുന്നത്. ദ റൈസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലീസ്, അതാണ് ഒരു എക്സാമ്പിൾ. ഇന്ത്യയിൽ ന്യൂക്ലിയർ ഫാമിലി പുതിയതായിട്ട് വന്നു. പിന്നെ ജോയിൻറ്റ് ഫാമിലി ഇല്ലാതായി. ഇത് കൾച്ചറൽ ചേഞ്ചിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇനി ഹൈലൈറ്റ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ഒരു ആചാരമൊക്കെയുള്ള ഒരു കൂട്ടം ആളുകളെയാണ്. ഹെറിഡിറ്ററി എൻഡോഗാമസ് ഗ്രൂപ്പാണ്. ഒരേപോലെയുള്ള വിശ്വാസങ്ങൾ, ഹാവിങ് കോമൺ നെയിം. ഈ കാസ്റ്റിനുള്ളിലുള്ള ആളുകൾക്ക് ഒരു പൊതു കാസ്റ്റ് നെയിം കാണും. ട്രഡീഷനിലൊക്കെ അവർക്കൊരു കുലത്തൊഴിൽ കാണും. കോമൺ കൾച്ചർ, പൊതുവായ ഒരു സംസ്കാരം കാണും. ഇങ്ങനെയുള്ളതിനാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ്. ദി ഫീച്ചേഴ്സ് ഓഫ് ദി കാസ്റ്റ് ആർ സെഗ്മെൻ്റൽ ഡിവിഷനാണ്. സമൂഹത്തിന് ചെറിയ ചെറിയ ഖണ്ഡങ്ങളായി അല്ലെങ്കിൽ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കും. ഹൈറാർക്കി, ശ്രേണീകരണം ഉണ്ട്. അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രേണീകരണം നടക്കുന്നുണ്ട്. ഉള്ളവൻ അല്ലെങ്കിൽ ഉയർന്ന ആളുകളും താഴ്ന്ന ആളുകളും. ഇനി റെസ്ട്രിക്ഷൻ ഓഫ് ഫുഡ്, ഡ്രിങ്ക്, ഭക്ഷണം കഴിക്കുന്നതിന് ഒക്കെ നിയന്ത്രണങ്ങളുണ്ട്. ചിലർക്ക് കഴിക്കാം, കൂടിയ ജാതിക്ക് കുറഞ്ഞ ജാതിക്ക് അത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. എൻഡോഗമിയാണ്, കുലത്തിനകത്തുള്ള വിവാഹമാണ് അവർക്ക് അനുവദനീയം. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, അയിത്തമൊക്കെ ഇവരിൽ നിലനിൽക്കുന്നു. പിന്നെ ഓരോ കാസ്റ്റിനും അവരുടേതായിട്ടുള്ള ഡ്രസ്സും പാറ്റേണും ഒക്കെ ഓരോ കാസ്റ്റിനും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റമാണ് ഇത്. ഇനി അടുത്തത് എർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, എർബൻ സൊസൈറ്റി നഗരത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് എർബൻ സൊസൈറ്റി. അത് ടൗണ്, സിറ്റി, മെട്രോസൊക്കെ ഈ സൊസൈറ്റിയിൽ ഉൾക്കൊള്ളുന്നു. ഇനി എർബൻ സൊസൈറ്റിയുടെ പ്രത്യേകത ഡെൻസിറ്റി കൂടുതലാണ്. അത് ഡെൻസിറ്റി എന്ന സാന്ദ്രത. പിന്നെ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. മാൻമെയ്ഡ് എൻവയൺമെൻറ്റ്, അവരുടെ ഒരു ഉള്ള നാച്ചുറലായിട്ടുള്ള എൻവയൺമെൻറ്റ് അല്ല. സിറ്റിയിൽ പൊല്യൂഷനൊക്കെ കൂടുതലല്ല. ഇനി നോൺ അഗ്രികൾച്ചർ, കൃഷിയെ ആശ്രയിക്കാത്ത ജോലിയാണ് അവർക്കുള്ളത്. പിന്നെ ഇവിടെ ഉള്ള റിലേഷൻഷിപ്പ് ഫോർമൽ റിലേഷൻഷിപ്പാണ്. ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ തന്നെ അർബൻ മാർക്കറ്റ് എക്കണോമിയാണ് ഒരു അർബൻ ഇക്കണോമി. ഇനി അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി. വർണ്ണം 4, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര 4 ഉണ്ട്. 4000 ജാതികളുണ്ട്. അതുപോലെ തന്നെ പാൻ ഇന്ത്യ ഹൈറാർക്കിയ, ശ്രേണീകരണമുണ്ട്. ഇവിടെ എല്ലാവർക്കും യൂണിഫോം ആയിട്ടുള്ളൊരു ഹൈറാർക്കിയാണ് ജാതിയിൽ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർണ്ണം. അൺടച്ചബിലിറ്റി ജാതിയിൽ നിലനിൽക്കുന്നു. പിന്നെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുകയല്ല വർണ്ണത്തിൽ. എന്നാൽ അതേസമയം ജാതിയിൽ അവരുടെ നിലവാരം കൂടുന്നതിനനുസരിച്ച് സ്റ്റാറ്റസും വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നിലവാരം കൂടുന്നതിനനുസരിച്ച് സ്റ്റാറ്റസും വർദ്ധിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളിത് കേട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.